ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 2ാം യൂണിറ്റാണ് നോക്കുന്നത്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭാവന അല്ലേ? ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു ഫേമസ് കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ. എന്താ അതിൻ്റെ അർത്ഥം? ബുദ്ധിശക്തിയുടെ യഥാർത്ഥ അടയാളം അറിവല്ല, നോളജ് മാത്രമല്ല ബുദ്ധിശക്തിയുടെ യഥാർത്ഥ അടയാളം, സൈൻ. എന്താണ്? ഭാവനയാണ്. അതായത് ഇമാജിനേഷൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. ഹിയർ ഈസ് ആൻ അനക്ഡോട്ട് അബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. ഒരു ചെറിയ പെൺകുട്ടിയുടെയും അവളുടെ ഡോളിനെ കുറിച്ചുമുള്ള ഒരു കഥയാണ് ഈ പാഠഭാഗത്തുള്ളത്. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കാഫ്ക പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. ജർമ്മൻ റൈറ്ററായ ഫ്രാൻസ് കാഫ്ക ഈ സ്റ്റോറിയിൽ പ്രധാന ഒരു കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട്. ഇറ്റ് ഹാസ് ഓൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. അത് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. പാഠത്തിലേക്ക് കടക്കാം. എ ഡോൾസ് ജേർണി, ഒരു പാവയുടെ യാത്ര. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിനിലെ ഒരു പാർക്കിലൂടെ കാഫ്ക ഇങ്ങനെ നടക്കുകയാണ്. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അപ്പം അദ്ദേഹം ഒരു പെൺകുട്ടീനെ കണ്ടുമുട്ടി. ആ പെൺകുട്ടി എന്ത് ചെയ്യായിരുന്നു? ഷീ വാസ് ക്രൈയിങ്, അവൾ കരയുകയായിരുന്നു. ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ, അവൾക്ക് അവളുടെ പ്രിയപ്പെട്ട ഡോളിനെ നഷ്ടപ്പെട്ടു. കാഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. കാഫ്കയും അവളോടൊപ്പം ഡോളിനെ സെർച്ച് ചെയ്യാനായിട്ട് കൂടി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ആ ഡോളിനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഹി കൺസോൾഡ് ഹെർ, അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ചു. ഹി ഓൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. എന്നിട്ട് അദ്ദേഹം അവളോട് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. എന്താ പ്രോമിസ് കൊടുത്തേ? പിറ്റേ ദിവസം ഞാനും നിന്റെ കൂടെ ഈ ഡോളിനെ സെർച്ച് ചെയ്യാനായിട്ട് കൂടാം എന്നുള്ള ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ദ നെക്സ്റ്റ് ഡേ ദ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. എന്നിട്ട് പിറ്റേ ദിവസം അവരെ വീണ്ടും കണ്ടുമുട്ടുകയാണ് ആ പാർക്കിൽ തന്നെ. എപ്പോഴാ? വൈകുന്നേരം അല്ലേ? വൈകുന്നേരം സമയമായപ്പം അവർ വീണ്ടും ആ പാർക്കിൽ കണ്ടുമുട്ടി. After searching for some time, Kafka pretended that he had found a letter under a bench in the park. അപ്പോൾ കുറച്ച് നേരം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാഫ്ക ഇങ്ങനെ ഒരു ലെറ്റർ ഇതാ ബെഞ്ചിൻ്റെ അടിയിൽ നിന്നും കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നെ കാഫ്ക ആ ലെറ്റർ എടുക്കുകയാണ്. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. ആ ലെറ്റർ ഗേളിന് കൊടുത്തു, ആ പെൺകുട്ടിക്ക് കൊടുത്തു. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മെന്റ് ടു ബി ഫ്രം ദ ഡോൾ. അപ്പം ഈ ലെറ്റർ ആക്ച്വലി എന്താണ്? കാഫ്ക തന്നെ എഴുതിയ ഒരു ലെറ്ററാണ്. വിച്ച് വാസ് മെന്റ് ടു ബി ഫ്രം ദ ഡോൾ. അതായത് ഡോളിൽ നിന്നുള്ള, പാവയാണ് ഈ ലെറ്റർ എഴുതിയത് എന്നുള്ള തരത്തിൽ കാഫ്ക എഴുതിയ ഒരു ലെറ്ററാണത്. ഡോണ്ട് വറി അബൌട്ട് മീ. അപ്പം ആ ലെറ്ററിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. ദ ലെറ്റർ സെറ്റ്. അപ്പം ലെറ്ററിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഐ എം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. ഇപ്പം ഡോൾ എന്താ എഴുതിയിരിക്കുന്നത്? എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ ഒരു ട്രിപ്പ് പോയേക്കാണ്. അറൗണ്ട് ദ വേൾഡ്, ലോകം ചുറ്റാനായിട്ട് പോയിരിക്കുകയാണ്. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്. ഇത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ട്രിപ്പ് പോകുക എന്നുള്ളത്. ഐ വിൽ ടെൽ യു എവറിതിങ് വെൻ ഐ എം ബാക്ക്. എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് തിരിച്ചു വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ട് ഡോള് ലെറ്റർ അവസാനിപ്പിക്കുകയാണ്. ആ ഡോളായിരുന്നു ആ ലെറ്റർ എഴുതിയിരുന്നത്? അല്ല, കാഫ്കയാണ് ആ ലെറ്റർ എഴുതിയത് ആ പെൺകുട്ടിയെ സമാധാനിപ്പിക്കാനായിട്ട്. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. അപ്പം ഡോളിൽ നിന്നും വീണ്ടും വീണ്ടും കത്തുകൾ ഇങ്ങനെ ആ പെൺകുട്ടിക്ക് വന്നുകൊണ്ടേയിരുന്നു. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. അപ്പം ഡോൾ എന്തിനെക്കുറിച്ചൊക്കെ എഴുതിയത്? അഡ്വഞ്ചേഴ്സിനെ കുറിച്ച്, അവരുടെ സാഹസികതയെക്കുറിച്ചൊക്കെ എഴുതി. ലോകം ചുറ്റാനായിട്ട് പോയേക്കുവാണല്ലേ ഡോള്. അപ്പോൾ അതിൻ്റെയൊക്കെ സാഹസികതയെക്കുറിച്ചും ആ ട്രിപ്പിനെ കുറിച്ചും ഒക്കെയാണ് കൂടുതലായിട്ട് എഴുതിയിരുന്നത്. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. അപ്പോൾ ലെറ്റേഴ്സൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി ഈ പെൺകുട്ടിക്ക്. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം. കുറച്ച് നാളത്തേക്ക് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ബട്ട് കാഫ്ക നോട്ടീസ്ഡ് that the girl was becoming moody as days passed. ദിവസങ്ങൾ കടന്നു പോയപ്പോൾ കാഫ്കയ്ക്ക് മനസ്സിലായി ഈ പെൺകുട്ടി അത്രയ്ക്കും സന്തോഷവതിയൊന്നുമല്ല, ആകെ ഒരു മൂടിയാണ് എന്നുള്ളത് മനസ്സിലായി. ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. ആക്ച്വലി അവൾക്ക് ആ ഡോളിനെ വിട്ടുപിരിയാൻ ഒട്ടും
ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അതിയായി ആഗ്രഹിച്ചു ആ ഡോളെന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന്. ആൻഡ് കാഫ്ക ഫെൽറ്റ് ദാറ്റ് ഹീ കുഡ് നോട്ട് മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി. അപ്പോൾ കാഫ്കയ്ക്ക് മനസ്സിലായി ഇനി ഒരുപാട് ലെറ്റേഴ്സ് ഒന്നും എഴുതുന്നതിൽ കാര്യമില്ല, ഇനി അങ്ങനെ ലെറ്റർ ഒന്നും എഴുതണ്ട എന്നും മനസ്സിലായി. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. അങ്ങനെ അവസാനം അയാളൊരു വഴി കണ്ടുപിടിച്ചു. There were no letters for some days. കുറച്ച് ദിവസത്തേക്ക് ഒരു ലെറ്റേഴ്സും ഉണ്ടായിരുന്നില്ല. Then one day കാഫ്ക told the girl that the doll was engaged to be married. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാഫ്ക ഈ പെൺകുട്ടിയോട് പറഞ്ഞു തൻ്റെ ഡോള് കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഹി ഹാഡ് മെറ്റ് ഹെർ വൈൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. താൻ ഒരിക്കൽ ഒരു ട്രിപ്പ് പോയപ്പോൾ ഈ ഡോളിനെ കണ്ടുമുട്ടിയെന്നും അങ്ങനെ ആ സമയത്ത് ഡോള് ഈ കാര്യം തന്നോട് പറഞ്ഞതാണെന്നുമാണ് കാഫ്ക പറഞ്ഞത്. കാഫ്ക ഓൾസോ ടോൾഡ് ഹെർ ദാറ്റ് ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി. അപ്പോൾ ഈവൻ അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ വരെ എന്നെ പരിചയപ്പെടുത്തി തന്നു എന്നൊക്കെ കാഫ്ക പറയുകയാണ്. ഷീ വാസ് സോറി that she could not write letters for some time. അപ്പം ഡോളിനാകെ വിഷമമുണ്ട് കുറച്ച് നാളത്തേക്ക് ലെറ്റേഴ്സ് ഒന്നും എഴുതാൻ പറ്റാത്തതിൽ. ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻസ് ഫോർ ദ വെഡിങ് വെർ ഓവർ. അപ്പം കല്യാണത്തിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ എന്തായാലും കത്തുകളൊക്കെ എഴുതും, ഡീറ്റെയിൽഡായിട്ട് കത്തുകളും കാര്യങ്ങളും എല്ലാം എഴുതും എന്ന് ഡോള് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം കാഫ്ക ഈ പെൺകുട്ടിയോട് പറയുകയാണ്. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ. അപ്പോൾ ഗേളിന് ഒത്തിരി സന്തോഷമായി അല്ലേ, ഡോളിൽ നിന്നുള്ള വാക്കുകളെല്ലാം കേട്ടപ്പം ഭയങ്കര സന്തോഷമായി. ബട്ട് ഷീ വണ്ടേർഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹർ എഗെയിൻ. അപ്പം പിന്നെയും ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇനി എന്നായിരിക്കും എനിക്കൊന്ന് എൻ്റെ ഡോളിനെ കാണാൻ സാധിക്കുക. കാഫ്കയ്ക്ക് ആ പെൺകുട്ടിയെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിച്ചു അല്ലേ, തൻ്റെ ഇമാജിനേഷൻ സ്കില്ലിലൂടെ. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം ഈ ഒരു സ്കില്ല്, ഈ ഒരു ഇമാജിനേഷൻ സ്കില്ല് നമ്മളും വളർത്തിയെടുക്കണം. ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു സ്റ്റോറി. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെഷൻ. താങ്ക് യു.